ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നിർണായക അറസ്റ്റുമായി SIT മുൻ ദേവസ്വം ബോർഡ് അംഗം A. വിജയകുമാർ അറസ്റ്റിലായി. ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെ നിർണായക മൊഴികളും മറ്റും നൽകിയതായിരുന്നു. വിജയകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പ്രജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും ഒന്നും അന്വേഷണം നീങ്ങാത്തതിൽ ഹൈക്കോടതി നേരത്തെ SITയെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്? വൈദ്യപരിശോധന പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ഹൈക്കോടതിയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടിരുന്നു. കടുത്ത ഭാഷയിൽ തന്നെ കോടതി SITയെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് അന്വേഷണം മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നു, ഈ അന്വേഷണത്തിലെ പാളിച്ചകളെല്ലാം എണ്ണി ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ 2019 മുതലായുള്ള ദേവസ്വം ബോർഡിലെ അംഗം ആയ വിജയകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ സ്വയം SITയുടെ മുൻപാകെ വന്ന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയായി. ഇപ്പോൾ തിരുവനന്തപുരം മഞ്ചിയൂർ വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 2018 മുതലാണ് ഇയാൾ ദേവസ്വം ബോർഡിലെ അംഗമായി മാറുന്നത്. ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എല്ലാ ദേവസ്വം ബോർഡ് അംഗങ്ങളും അറിഞ്ഞിരുന്നു എന്നുള്ള നിർണായകമായ മൊഴി പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഈ നിർണായകമായ വിവരം SIT അറിയുകയും അതിനുശേഷം ഇതിൽ ഒരു മെല്ലെപ്പോക്ക് നയം, ഈ അംഗങ്ങളുടെ അറസ്റ്റ് സംബന്ധിച്ച് ഒരു മെല്ലെപ്പോക്ക് നയം ഈ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരുന്നു. ഇതിനെതിരെയായിരുന്നു അന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇതോടെയാണ് ഈ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. ഇയാളുടെ അറസ്റ്റ് തടയുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൃത്യമായി തിരിച്ചടി ലഭിക്കുമെന്ന വിജയകുമാറിന്റെ അഭിഭാഷകൻ ഇയാളെ അറിയിക്കുന്നു. തുടർന്നാണ് ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ വന്ന് കീഴടങ്ങുന്നത്. പ്രാഥമികമായ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം SIT സംഘം ഉച്ചയോടെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് താൻ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നുള്ള ഒരു പ്രതികരണവും വിജയകുമാർ നടത്തുകയുണ്ടായി. തനിക്കുമേൽ വളരെ വലിയ ഒരു സമ്മർദ്ദം അത് ഉണ്ടാകുന്നു, മാനസികമായുള്ള വളരെ വലിയ സംഘർഷത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്, ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ പറയുന്നു. പ്രത്യേകിച്ച് തന്റെ കുടുംബാംഗങ്ങളോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരോടും കൂടിയാലോചിച്ചതിന് ശേഷം ഈ നിർണായകമായ ഈ കീഴടങ്ങൽ നടപടിയിലേക്ക് താൻ വന്നത് എന്നും ഈ വിജയകുമാർ വ്യക്തമാക്കുന്നു. ഇനി നാളെയാണ് മറ്റൊരു നിർണായകമായ ഒരു കാര്യമുള്ളത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന ഡയമണ്ട് മണിയെ നാളെ അന്വേഷണ സംഘം നോട്ടീസ് അയച്ച് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതും ഈഞ്ചക്കലിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ എത്തിയാണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്ന് ഡി മണിയോട് നേരത്തെ നോട്ടീസ് നൽകി വ്യക്തമായിരുന്നു. നാളെ എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ഒരു ദിവസമാണ് നാളെ. ഡി മണിയുടെ ചോദ്യം ചെയ്യൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ഒരു അറസ്റ്റാണ്, കീഴടങ്ങലായിരുന്നു വിജയകുമാർ നടത്തിയത്. നേരത്തെ പത്മകുമാർ, എനിക്ക് മാത്രമല്ല പങ്ക്, അവർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ബോർഡിലെ ഒരു അംഗമായിരുന്നു വിജയകുമാർ. അദ്ദേഹമാണ് കടുത്ത മാനസിക സമ്മർദ്ദമാണ് തനിക്കുണ്ടായത്. തുടർന്ന് അഭിഭാഷകനൊക്കെ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം മുൻകൂർ ജാമ്യാപേക്ഷയെ ഒക്കെ റദ്ദാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന പൂർത്തിയായെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.